ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നാളെ നമ്മുടെ പെയിന്റൻസ് വരാൻ പോവാണ്. അതുപോലെ തന്നെ വീട്ടിലെ അപ്ഡേറ്റ് കാര്യങ്ങളും പിന്നെ കുറേ ലെജൻഡ് പ്ലേയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ കിടിലൊരു ഓപ്പോണ്ട് വന്നിട്ട് അപ്പോൾ നമ്മളിതൊരു നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഗൈസ്, നമ്മുടെ മെഗലിൻ്റെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗബ്രിയേൽ മെഗലിന് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പോണ്ട് ടീം ഒക്കെ ഉണ്ടത് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ കിടിലൊരു ടീമാണ് ലിസറാസു. നമ്മുടെ എന്താ പറയുക, 2 ദിവസം മുമ്പ് വന്ന കാർഡ് ക്യാപ്റ്റൻ നമ്മുടെ ലിലിയത്തൂറാവില്ലേ, റിവാൾഡോ, ഗാഡിയോള, അലിസ്റ്റർ, പൈറസ്, ടോറസ്, അർജന്റീന നമ്മുടെ മെസ്സി, ലിവാക്കോവിച്ച് ആണ്. അപ്പോൾ ഗൈസ് ഒരു കിടിലൻ മാച്ച് ആയിരിക്കും. സാബിയാണ് നമ്മുടെ ഓപ്പോണൻ്റെ മാനേജർ. അപ്പോൾ എന്തായാലും ഗൈസ് നല്ലൊരു അടിപൊളി സ്ക്വാഡാണ്. പിന്നെ ഓൾറെഡി സ്നൈഡർ ഉണ്ട്, നമ്മുടെ റിക്യുപ്പൈ ഉണ്ട്, റോബർട്ടോ കാർലോസ്, ബെല്ലിംഗം, റൂബി. അത്യാവശ്യം നല്ലൊരു കോമ്പോ ഉള്ള ഓപ്പണൻ്റാണ് വന്നിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം മച്ചാമാരെ. അപ്പം ഞാൻ ഇൻഡിവിജ്വൽ കാര്യങ്ങളും അധികമായിട്ട് കാണിക്കുന്നില്ല. എന്തായാലും മച്ചാമാരെ നമുക്ക് അപ്പം മാച്ചിലേക്ക് കിടക്കാം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു നാളത്തെ ഇനി വരുന്ന പുതിയൊരു ക്യാമ്പയിൻ ഉണ്ട്. നമ്മുടെ 777 പോയിന്റ് പോലത്തെ ക്യാമ്പയിനൊക്കെ കുറേ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പോയിന്റ് ഉണ്ടെന്നും ഒക്കെ കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഓപ്പോണ്ട് റെഡി ആവുന്നുള്ളൂ. ഫസ്റ്റ് വെച്ച് നമുക്ക് നോക്കാം ആർക്കാന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എത്ര കോയിൻ ഉണ്ടെന്ന് ഗൈസ്. അപ്പോൾ അവരുടെ ടച്ചാണ്, ഫസ്റ്റ് ടച്ച് അവർക്കാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ടോറസ് ടു നമ്മുടെ ഗാഡിയോള ടു മെഗലൻ ഗൈസ്. ഗബ്രിയേൽ മെഗലിനാണ് നമ്മുടെ പുതിയ ഷോർട്ട് ടൈം കാർഡ്, ബിഗ് ടൈം ആയിട്ടുള്ള നമ്മുടെ സലയുടെ കാർഡിലുള്ള ആളാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. റിവാൾഡോ ടു മെസ്സി ടു ഒരു കിഡ്ന ഷോട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ലിവോക്കോവിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലിവോക്കോവിച്ചും. അതുപോലെ കുറേ നമ്മുടെ പോൾവേ പുതിയതായി വന്ന കാർഡില്ലേ, ഈ തിങ്കളാഴ്ച വന്ന ആ ഒരു കാർഡ് കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. കഫു ടു നമ്മുടെ മെസ്സി ടു ഓക്കെ. മെസ്സി മെഗലിന് എടുത്തിട്ടില്ല. ഓക്കെ ഗൈസ്. ഡിബ്രൂണി എൻ്റെ മോനെ നല്ലൊരു ബ്ലോക്ക് ഗൈസ്. അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ബെക്കാമിൻ്റെ ഒരു ഷോട്ട് പോയില്ല. ലിലിയത്തൂറാം കേട്ടോ ഗൈസ് ഇവരുടെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സി തന്നെയാണ്. ഓക്കെ, അല്ല ഇപ്പം നമ്മൾ ടോണി ആഡംസിലോട്ട് വന്നു, കാരണം കഴിഞ്ഞ മാച്ച് നമ്മൾ നമ്മുടെ മെസ്സി ആയിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ബെക്കാം ഗാഡിയോള ടു പൈറസ് ടു ടോറസ് ഗൈസ്. അപ്പോൾ നോക്കാം നമുക്ക് ഷോട്ട് എങ്ങനെ ഉണ്ടാവുന്നു. മെസ്സി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡിബ്രൂണി ടു ജെറാഡ് ടു ഓക്കെ മെസ്സി ഗൈസ്. ഗബ്രിയേൽ മെഗലൻ ഷോർട്ട് ടൈം കാർഡാണ് ഗൈസ്. അപ്പോൾ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മെൻ ടു ഓക്കെ ഗൈസ്, നല്ലൊരു ചാൻസ്. സുവാരസ് ഐസ് ഗൈസ്. അപ്പോൾ ഒരു നല്ല കിടിലൻ ഗോൾ അടിച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മെഗലൻ ഏറ്റവും മുന്നിലായിപ്പോയി. അതാണ് അവന്മാർ അവിടുത്തെ കയറി വരാൻ ടൈം എടുത്ത ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ഗോൾ നമ്മുടെ ഗ്രീസ്മെൻ ഇട്ടിട്ടുണ്ട്. സുവാരസിന്റെ കറക്റ്റ് ടൈമിലുള്ള ഒരു ത്രൂ പാസ്സാണ്, നല്ലൊരു അസിസ്റ്റ്. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ നമ്മുടെ നെയ്മറിനേക്ക് ഇപ്പോൾ ഇറക്കുന്ന വെച്ച് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഗൈസ് ബാസ്റ്റഡിൻ്റെ ആ ഒരു കട്ട് രസമുണ്ട് കേട്ടോ. ബാസ്റ്റഡിയാണ് ഇവരുടെ ഡിഫൻഡറായി നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ടോറസും ഉണ്ട് കേട്ടോ. ടോറസ് ടു ഗാഡിയോള ഗൈസ്. ടോറസിന്റെ പാക്കിന് വേണ്ടി കിടിലൻ പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൈറസ് ടു മാക്കലിസ്റ്ററിന് കിട്ടിയില്ല. കഫു ടു നമ്മുടെ ഡേവിഡ് ബെക്കാം ടു സുവാരസ് ടു ബാസ്റ്റഡി അതിനൊക്കെ ബ്ലോക്കാ ഗൈസ്. ഓക്കെ റിവാൾഡോ ഗൈസ്. അപ്പോൾ എൻ്റെ അടുത്തൊരു സിംഗിൾ റിവാൾഡോ ഉണ്ട്, നമ്മുടെ സിംഗിൾ ബൂസ്റ്റർ അല്ലാത്തത്, കാരണം ബെസ്റ്റ് ടൈമിലുണ്ടായിരുന്ന ടൈമത്തെ ഗൈസ്. അപ്പോൾ ഡിബ്രൂണിക്ക് കിട്ടിയിട്ട് അവിടെ നല്ലൊരു പാസ് ആയിരുന്നു. പക്ഷെ ലിസറാസിലേക്ക് പോയി. ലിവാക്കോവിച്ച് ടു നമ്മുടെ പൈറസിലേക്ക് പോയി ഗൈസ്. ബെക്കാം ഒരു അടി അടിച്ചിട്ടുണ്ട്. സുവാരസ് ടു നമ്മുടെ ജെറാഡ് ടു ഗൈസ്. അപ്പോൾ ഓക്കെ കിട്ടിയിട്ടുണ്ട്. പച്ചമന അതൊക്കെ സംഭവിച്ചേ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് അറിയാണ്ടൊരു ഗോളായിപ്പോയി. കാരണം എന്താ പറയുക, നമ്മളപ്പോൾ 2 ഗോൾ അടിച്ചിട്ട് നമ്മളല്ല ബാസ്റ്റഡിന്റെ കാര്യമായിട്ട് സെൽഫ് ഗോൾ ആയതാന്ന് തോന്നുന്നു. ആ ഓൺ ഗോൾ അത് തന്നെ ഓൺ ഗോൾ ആയതാണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രീസ്മെന്റെ കാലിൽ തട്ടിയതാണ് ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു ഓക്കെ നമ്മുടെ ജെറാഡ് ടു സുവാരസിന് കൊടുത്താൽ മതിയായിരുന്നു അല്ലേ. ലിലിയത്തോറ മച്ചാൻ ഓഫ് സൈഡാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഒരു എന്താ പറയുക, ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് കുഴപ്പമില്ല ഇതുവരെ. അത്യാവശ്യം ബ്ലോഗും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ, കയറി വരുന്നുണ്ട്. റിവാൾഡോ ടു ഗാഡിയോള ടു നമ്മുടെ ടോറസ് ഓക്കെ. ടോറസ് അത്യാവശ്യം കറക്കി എടുക്കുന്നുണ്ട്. ടോണി ആഡംസ് ടു ജെറാഡ് ടു മാക്കലിസ്റ്റർ ഗൈസ്. ഈ ഒരു ഓപ്പോണിന്റെ കയ്യിൽ അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ ബിഗ് ടൈം അല്ല ഷോർട്ട് ടൈം കാർഡുകളുണ്ട് കേട്ടോ. മാക്കലിസ്റ്റർ ഒക്കെ ഷോർട്ട് ടൈമാണ്, കിടല കാർഡാണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നല്ലൊരു പാസ് മെസ്സിയുടെ ഒരു ഷോട്ട് ഗൈസ് കറക്റ്റ് മേളിക്കൂടെ പോയി. അപ്പോൾ ഗൈസ് നിങ്ങളെന്തായാലും നമ്മുടെ ഡെയിലി ഗെയിമിൽ വിക്ടർ പയ്യനെയൊക്കെ കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ സെർജിൻ ഹോയോ ഗൈസ്. അപ്പോൾ ലിവോക്കോവിച്ച് ടു നമുക്ക് നോക്കാം. സുവാരസ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്.
മാക്കലിസ്റ്റർ ഓടി എടുത്തു. ലിസറാസു ടു പൈറസ് ടു ഫെർണാണ്ടോ ടോറസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ലിസറാസുവിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഒരു ഷോട്ട്. മച്ചാമാരെ നല്ലൊരു പാസ്സായിരുന്നു, പക്ഷേ നല്ലൊരു പാസ്, പക്ഷേ അവിടുന്ന് കിട്ടിയില്ല അവന്മാർക്ക് അടിക്കാൻ. റോബർട്ടോ കാർലോസ് ടു ജെറാഡ് ടു എടാ പണിയായല്ലോ. മാക്കലിസ്റ്റർ ടു ടോറസ് ടു എടാ അത്യാവശ്യം ടോറസ് അന്നേരം കളിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ബാസ്റ്റഡി എടുത്തു. ലിവാക്കോവിച്ച് ടു എടുത്തടാ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ടോണി ആഡംസ് ടു ഗാർഡിയോള. എനിക്ക് തന്നെ മച്ചാമാരെ അപ്പോൾ ഹാഫ് ടൈം ആയി. അപ്പോൾ 2 ഗോളുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് നോക്കാം. ഓപ്പോണന്റ് നോക്കുകയാണെങ്കിൽ 2 ഷോട്ട് ഓപ്പോണന്റ് അടിച്ചിട്ടുണ്ട്, 3 ഷോട്ട് നമ്മളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. സുവാരസ് ടു സാബി ലോൺസോ. ഞാൻ സാബിനെ ഇറക്കി കേട്ടോ. റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മാൻ. മച്ചാമാരെ നിങ്ങൾക്ക് റിക്കിപ്പൈനെ കിട്ടിയൊരു കമന്റ് ചെയ്യുക. ഓക്കെ, ഡിബ്രോണി ടു നമ്മുടെ ബെക്കാം. ഗൈസ് ഈ ഒരു ഡിബ്രോണി കാർഡ് നൈസ് ആട്ടോ, നിങ്ങൾ എന്തായാലും ഇറക്കി നോക്കുക. ഓക്കെ, മെസ്സി. ഗൈസ് ഇവിടെ ഒരു ചാൻസ് അടിക്കാൻ കിട്ടത്തില്ല. റിവാൾഡോ. മാക്കലിസ്റ്റർ ടു കഫൂലേക്ക് ഗൈസ് കിട്ടിയിട്ടുണ്ട്. കഫു ടു നമ്മുടെ മെസ്സി ടു ഗൈസ് സുവാരസ്. ഇവിടെ നിന്ന് ഷോട്ട് അടിക്കാൻ പറ്റുമോ? ഗൈസ് അത് വേണ്ടായിരുന്നു, ഒരു പാസ് ഇട്ടാൽ മതിയായിരുന്നു. കഫു ടു ബെക്കാം ടു ഡിബ്രോണി. ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ബ്ലിറ്റ്സ് അടിക്കാൻ നോക്കിയാൽ, പക്ഷെ അത് കുറച്ച് കുറഞ്ഞു പോയി. റോബർട്ടോ കാർലോസ് ടു സാബി ലോൺസോ. റിവാൾഡോ മാക്കലിസ്റ്റർ ഗൈസ്. മാക്കലിസ്റ്റർ ഒരു ഷോട്ട് ഗൈസ്. അപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട് നമ്മുടെ മാക്കലിസ്റ്റർ അടിച്ചത് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു കാർഡിന് കളിക്കുന്നത് നമ്മുടെ മാക്കലിസ്റ്റർ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നമ്മുടെ അർജന്റീന ആ ഒരു ടൈപ്പ് കാർഡേ ഉള്ളൂ മാക്കലിസ്റ്റർ ഗൈസ്. അപ്പോൾ നോക്കാം. റിവാൾഡോ ഗൈസ്. ഇപ്പോൾ ഈ ഒരു അടുത്ത മാച്ചുകളിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ മാനേജറാണ് ഏതാ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം. ബാസ്റ്റഡി എടുത്തടാ. ലിസറാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, മെസ്സി ഗൈസ്. ഓക്കെ, മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു മാക്കലിസ്റ്റർ. അവിടെ നല്ലൊരു ബ്ലോക്കാണ് മച്ചാമാരെ. ഓക്കെ, കഫൂന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. കഫു ടു ബെക്കാം ടു നമ്മുടെ ഡിബ്രോണി ടു ഗ്രീസ്മാൻ ടു ഗാർഡിയോളയൊക്കെ ഇവിടെ വന്ന് കളിക്കുന്നുണ്ടല്ലോ. ബാസ്റ്റഡി, ലിസറാസു, മെസ്സി ഗൈസ്. പണിയാവോ? റിവാൾഡോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളിച്ച് വരുന്നുണ്ട്. ഓക്കെ, ടോറസ്. പൈറസ് ബ്ലോക്ക് ചെയ്ത്. ഓക്കെ, ഇതാണ് പണി പാളി. ഇവിടത്തൊക്കെ ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ ഗൈസ്, റിവാൾഡോ ബ്ലോക്ക് ചെയ്യടായി. ആരും ബ്ലോക്ക് ചെയ്യാൻ പോലും ഇല്ലേ. കഫു പോയി ഗൈസ്. ഗാർഡിയോള, റിവാൾഡോ, മെസ്സി ഗൈസ്. നിങ്ങൾ ഡിവിഷൻ മാച്ച് എത്രയെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് പണിയാവോ ഇവന്മാർ കൊടുത്ത് ഇങ്ങനെ. മെസ്സി ടു സുവാരസ് ഗൈസ്. ഓക്കെ, മാക്കലിസ്റ്റർ ടു പൈറസ് ഗൈസ്. പൈറസ് മറ്റേ 777 കോയിനിൽ വന്ന ഒരു കാർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നത്. അതുപോലെ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു കാർഡ് ഉണ്ടാവുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ ബിഗ് ടൈം ആയിട്ടുള്ള റൊണാൾഡോൻ്റെ കാർഡ് ലോഡിംഗ് ആണ്. കാരണം ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാർഡ് ഓൾറെഡി നമ്മുടെ ഡേറ്റ് മിക്കവാറും അടുത്ത മാസമായി വരാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. ഗ്രീസ്മാൻ കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു അത് വേണ്ടായിരുന്നു. ഡിബ്രോണിക്ക് നേരിട്ട് പാസ് കൊടുത്താൽ മതിയായിരുന്നു, ആവശ്യമില്ലാണ്ട് പാസ് കൊടുത്ത് കളഞ്ഞു. മാക്കലിസ്റ്റർ ടു നമ്മുടെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ലൂയിസ് സുവാരസ് ഒരു ഷോട്ട്. ഗൈസ് ലിലിയൻ തുറാമിൻ്റെ ബ്ലോക്കാണ്, അല്ലേ നമ്മൾ നല്ലൊരു ഗോൾ അടിച്ചേനെ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സാബി കിട്ടിയിട്ടുണ്ട് ഗൈസ്. സുവാരസ് ബാക്ക്. ഓക്കെ സാബി ലോൺസോ ടു മെസ്സി. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗാഡിയോടെ സമ്മതിക്കുന്നില്ല മച്ചാമാരെ. പൈറസ് ടു നമ്മുടെ കഫു ടു വീണ്ടും ടോണി ആഡംസ് ഒരു സ്ലൈഡ് ചെയ്തെടുത്തു ഗൈസ്. അപ്പോൾ മെസ്സി ടു ബാക്ക് കഫു. ഓക്കെ, ബിഗ് ടൈം മെസ്സിയാണ് മച്ചാമാരെ. ഗാഡിയോള ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഗലിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു ഗബ്രിയേൽ മെഗലിൻ്റെ ഷോട്ടേക്കാട്. കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് നമ്മുടെ ബാസ്റ്റഡി അതുപോലെ കയറി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റുള്ളൂ, മറ്റേത് ഓൺ ഗോളായിപ്പോയി. ഷോട്ട് നോക്കുകയാണെങ്കിൽ 4 ഷോട്ടും നമ്മൾ 4 ഷോട്ടുമാണ്. പ്ലെയർ റേറ്റിംഗ് നമുക്ക് നോക്കാം. മാക്കലിസ്റ്റർ, ബാസ്റ്റഡി ഉണ്ട് കേട്ടോ, 6.0 പിന്നെ ഫസ്റ്റ് നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ വേറൊരു പ്ലെയറാണ്. പിന്നെ നമ്മുടെ നോക്കുകയാണെങ്കിൽ സുവാരസ് ഉണ്ട് 7.5. അപ്പോൾ അടിപൊളി ഒരു മാച്ചായിരുന്നു വെച്ചാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തായാലും നാളെ നമ്മൾ പുതിയതൊരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. നാളെ നമ്മളെ കവാനീൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ എന്തായാലും ചെയ്യും കേട്ടോ. കാരണം സെലക്ഷൻ കോൺട്രാക്ട് നാളെ തീരും. എന്തായാലും നാളെ എടുത്തിട്ട് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ സെറ്റ് ആക്കുന്നതാണ്. അപ്പോൾ മച്ചാൻ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.